Hey, this is Hemant. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണുകളിലും ലാപ്പുകളിലും ഒക്കെ കാണുന്ന ഗൂഗിൾ ക്രോമിൽ കൂടെ എങ്ങനെ വളരെ പെട്ടെന്ന് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാം, ഗൂഗിൾ ക്രോമിൽ കൂടെ കയറുന്ന എല്ലാ സൈറ്റ്സുകളിലും എങ്ങനെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം എന്നീ കുറച്ച് ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കൂടെ കയറുന്ന എല്ലാ സൈറ്റുകളും എങ്ങനെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം എന്നാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മുകളിലെ അഡ്രസ് ബാറിൽ ഗൂഗിൾ ഫ്ലാഗ്സ് എന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ ഡാർക്ക് മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രോം റീലോഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്രോം ഒന്ന് റീലോഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഗൂഗിളിൽ കൂടെ കയറി കാണുന്ന എല്ലാ സൈറ്റുകളും ഡാർക്ക് മോഡിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക ഫോണുകളുടെയും സ്ക്രീൻ സൈസ് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറി ഒരു ആർട്ടിക്കിളോ ഏതെങ്കിലും സൈറ്റിലൊക്കെ കയറിയിട്ട് വീണ്ടും ബാക്ക് വരണമെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. വീണ്ടും നമുക്ക് ആ സെയിം സൈറ്റിലോട്ട് കയറണമെങ്കിൽ മുകളിലെ 3 ഡോട്ട്സ് എടുത്ത് അവിടെ ഫോർവേഡ് ബട്ടൺ ഞെക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്കിത് എങ്ങനെ ഒരു ജസ്റ്റർ കൺട്രോൾ കൂടെ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിനായി ചെയ്യേണ്ട ഇത്രമാത്രം: നമ്മുടെ അഡ്രസ് ബാറിൽ ഗൂഗിൾ ഫ്ലാഗ്സ് എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ സെർച്ച് ബോക്സിൽ ഹിസ്റ്ററി നാവിഗേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ കൂടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി തിരിച്ച് ബാക്കിലോട്ട് വരണമെങ്കിൽ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ഫോർവേഡിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കൂടെ ഒന്നിലധികം വലിയ സൈസുള്ള ഫയലുകൾ വളരെ പെട്ടെന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ്. ഇതിനായി നമുക്ക് ക്രോം ഫ്ലാഗ്സിൽ കയറുക. അവിടുത്തെ സെർച്ച് ബാറിൽ പാരലൽ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയൽസും വളരെ സ്പീഡിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കൂടെ കയറുന്ന എല്ലാ സൈറ്റുകളും എങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം എന്നാണ്. ഇതിനായി വീണ്ടും നമ്മൾ ക്രോം ഫ്ലാഗ്സിൽ കയറുക. അവിടെ സ്മൂത്ത് സ്ക്രോളിംഗ് എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അത് ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഗൂഗിളിൽ കൂടെ കയറുന്ന എല്ലാ സൈറ്റുകളും നമുക്ക് വളരെ സ്പീഡിൽ സ്ക്രോൾ ചെയ്യാവുന്നതായിരിക്കും. നമ്മൾ ഗൂഗിൾ ക്രോമിൽ കൂടെ കയറി ഏതെങ്കിലുമൊക്കെ ഒരു ആർട്ടിക്കിളോ വല്ലതും വായിക്കുമ്പോൾ പരസ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെ റീഡർ മോഡ് ഗൂഗിൾ ക്രോമിൽ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ക്രോം ഫ്ലാഗ്സിൽ വീണ്ടും കയറുക. അവിടുത്തെ സെർച്ച് ബാറിൽ റീഡർ മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റീഡർ മോഡിൽ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ കൂടെ കയറി വായിക്കുന്ന എല്ലാ ന്യൂസുകളിലും നമുക്ക് റീഡർ മോഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇതിനായി നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് സെലക്ട് ചെയ്യുക. ന്യൂസ് ലോഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്കിനി റീഡർ മോഡിൽ കൂടെ ആ ന്യൂസ് ആഡ് ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഗൂഗിൾ ക്രോമിൻ്റെ ഫ്ലാഗ് എന്ന ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും ഓപ്ഷൻസും പരിചയപ്പെട്ട എല്ലാ ഓപ്ഷൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. See you soon with a new video. Until then, goodbye from me, Hemant.